ഈ കഥയുടെ തുടക്കത്തിൽ ലിസി എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി തന്റെ വീട്ടിൽ നിന്നിട്ട് മ്യൂസിക് കേൾക്കാണ്. കൂടാതെ അവൾ തന്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തതിനു ശേഷം അവൾ നിൽക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്. ബിയർ കുപ്പികളും മറ്റും എല്ലായിടത്തും വലിച്ചു വാരി എറിഞ്ഞ് ആ രീതിയിൽ. അങ്ങനെ അതും അവൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയുടെ പേര് ലിസി എന്നാണ്. അപ്പൊ ഇത്രയും പക്വതയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ സാഹചര്യം? അങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൾ നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന തന്റെ അമ്മയെ വിളിക്കാണ്. അമ്മയുടെ പേര് ക്യാത്തി എന്നാണ്. അപ്പോൾ ക്യാത്തി ആണെങ്കിലോ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയല്ല. അപ്പോൾ ക്യാത്തിയാണ് ഇന്നലെ രാത്രി ബിയറെല്ലാം കുടിച്ച് ആകെ അലങ്കോലമാക്കിയിട്ട് ഈ റൂമിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ തന്റെ അമ്മയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ക്യാത്തി ഇപ്പോൾ വെളിയിലേക്ക് വരാണ്. എന്നിട്ട് ഓക്കെ സോറി ഞാൻ കുറച്ച് ലേറ്റായി പോയി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ലിസീനെയും കൊണ്ട് കാറിൽ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നു. അതും കൂടാതെ ഇവർ അമ്മയും മകളും അത്ര നല്ല അടുപ്പത്തിലല്ല, കാരണം ഇവരധികം അങ്ങനെ സംസാരിക്കത്ത പോലുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇവർ രണ്ടുപേരും ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ ക്യാത്തി വെളിയിൽ ഇറങ്ങി സിഗരറ്റ് വലിക്കാണ്. അങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് നേരെ ലിസിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള ഒരു വാച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാത്തി പറയും ഇതെന്റെ അമ്മയുടേതാണ്, അമ്മ പോകുന്നതിന് മുന്നേ എനിക്ക് തന്നതാണ്, പക്ഷെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല, എന്തായാലും ഈ വാച്ച് നീ തന്നെ വെച്ചോ. അപ്പോൾ ലിസി പറയും അമ്മയ്ക്ക് എന്നോടൊപ്പം നിന്നൂടെ ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊരു ഉത്തരവാദിത്തമുള്ള അമ്മയല്ല എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് ഇവർ കാറിൽ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ഇതിനു മുന്നേ നടന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ക്യാത്തി ലിസിയെ നേരെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ലിസി അവളോട് പറയുന്നുണ്ട് അമ്മ ഇവിടെ തന്നെ നിൽക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്യാത്തി നല്ലതുപോലെ ലിസിയെ ദേഷ്യപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റില്ലേ ഇവർ രണ്ടുപേരും ഇപ്പോൾ രാത്രിയിൽ ഒരു റോഡിൽ നിൽക്കാണ്. അപ്പോൾ ലിസി പറയും അധികം താമസിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം, കാരണം എൻ്റെ അച്ഛനും രണ്ടാനമ്മയും എന്നോടൊപ്പം ഡിന്നർ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറയുന്നതും ക്യാത്തിക്ക് വേറെ വഴിയില്ലാതെ അവൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് തന്നെ പോവാണ്. അതുമല്ല പോകുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാത്തി വണ്ടി എവിടെ നിർത്തുന്നില്ല. അതുകൂടാതെ ക്യാത്തി ഇപ്പോൾ ലിസിയോട് പറയും ലിസി നിനക്ക് എന്നോടൊപ്പം നിന്നോട് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയുന്നില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് കാറിന്റെ മുന്നിലായിട്ട് എന്തോ ഒരു കാര്യം വന്ന് വീണ് ക്യാത്തിയുടെ നിയന്ത്രണം വിട്ട് കാർ നല്ല രീതിയിൽ തിരിഞ്ഞു മറിഞ്ഞ് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇടിക്കുന്നതും ക്യാത്തിയുടെ തല വന്ന് സ്റ്റിയറിംഗിലേക്ക് ഇടിക്കും. അതുപോലെ കയ്യിന് നല്ല പരിക്കുണ്ട്. അപ്പൊ തന്നെ ലിസി എന്താ ചെയ്യുന്ന വെച്ചാൽ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇവരുടെ കാറിന്റെ വീലുണ്ടല്ലോ അത് പൊട്ടിപ്പോയി. അപ്പൊ എന്തായാലും ഈ കാറ് ഇവിടെ നിന്ന് അവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ക്യാത്തി ഇപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവർ ഇടിച്ച ആ ഒരു മൃഗം റോഡിൽ കിടപ്പുണ്ട്. അപ്പൊ തന്നെ ക്യാത്തി അവളുടെ നെറ്റിയിൽ ഒരു ബാൻഡേഡ് എടുത്ത് ഒട്ടിച്ച് അവളുടെ വശത്തെ ആ ഒരു ഡോർ തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ലിസിയുടെ ഭാഗത്തുള്ള ആ ഒരു ഡോർ തുറന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ലിസി ആ ഒരു മൃഗത്തെ നോക്കി നിൽക്കുന്നതും ക്യാത്തി ആണെങ്കിൽ അവളുടെ കാറിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിങ്ങനെ നോക്കാണ്. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ക്യാത്തി പറയും ശരി നീ നിന്റെ അച്ഛനെ വിളിക്ക്, എന്നിട്ട് ഇവിടേക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയും, അല്ലാതെ ഇപ്പോൾ കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലിസി അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. അവളുടെ അച്ഛൻ ഫോൺ എടുത്ത ഉടനെ തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്യാത്തി മദ്യപിച്ചിരുന്നോ, അവൾ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത്, ഇങ്ങനെ കുറെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ക്യാത്തി അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ ലിസി പറയും ഏയ് അങ്ങനെയൊന്നുമില്ല, അമ്മയായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല, അതല്ലാതെ സംഭവിച്ചതാണെന്നെല്ലാം പറയുമ്പോൾ ക്യാത്തിയുടെ ഈ ഒരു സ്വഭാവം കാരണമാണ് അവളുടെ ഭർത്താവും അതേപോലെ തന്നെ ലിസിയും അവളെ വിട്ട് പോകാനായിട്ടുള്ള കാരണം ക്യാത്തി ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, ഈ മദ്യപാനത്തിന് അഡിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ തന്റെ മകളെ നല്ലതുപോലെ നോക്കാൻ പോലും അവൾക്ക് സമയം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ക്യാത്തി അവിടെ നിന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഇപ്പോൾ പ്രസന്റിൽ കാണിക്കുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഈ മൃഗം ഏതാണെന്ന് അറിയാൻ വേണ്ടി അതിനടുത്തേക്ക് നടന്നു വന്ന് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു വലിയ ചെന്നായയാണ്. എന്തായാലും ആ ഒരു ചെന്നായ മരിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് കാറിനകത്തേക്ക് വന്നിരുന്നിട്ട് ക്യാത്തി ലിസിയോട് പറയും ഇതിനെ കണ്ടിട്ട് വലിയ പല്ലുകളൊക്കെ ഉണ്ട്, ഓക്കെ എന്തായാലും ഇത് കാടിനകത്ത് വേറെ ഏതെങ്കിലും മൃഗമായിട്ട് ഫൈറ്റ് ചെയ്യുമായിരിക്കും, അത് കഴിഞ്ഞ് ഓടി വരുന്ന സമയത്തായിരിക്കണം നമ്മൾ കൊണ്ടുവന്ന് ഇടിച്ചത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിനകത്ത് ഇരിക്കുമ്പോൾ ഈ കാടിനകത്ത് വീണ്ടും ഏതോ ഒരു മൃഗം കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവരുടെ ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടി കൊണ്ടുപോകാനായിട്ട് മറ്റൊരു വണ്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു വണ്ടി നോക്കിയിട്ട് ലിസി പെട്ടെന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടന്ന ആ ഒരു മൃഗത്തെ അവിടെ കാണാനില്ല. അപ്പോൾ ഈ ടോൾ ട്രക്കിൽ വന്ന അയാളുടെ പേര് ജസ് എന്നാണ്. അയാൾ ഇവരോട് വന്ന് പറയുന്നുണ്ട് ആംബുലൻസ് പുറകെ തന്നെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല, ഞങ്ങളൊരു ചെന്നായി ഇടിച്ചതാണ്, പക്ഷെ ഇപ്പോൾ അതിനെ കാണാനില്ല എന്ന് പറയുന്നത് ജസ് ആ ഒരു കാടിനടുത്തേക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ വണ്ടി എന്തായാലും കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ലിസി ഇവർക്കൊരു വലിയ പല്ല് കിട്ടിയെന്ന് പറഞ്ഞതല്ലോ, ആ പല്ലെടുത്ത് വെച്ചിട്ട് അമ്മ പറഞ്ഞതുപോലെ ഇതൊരിക്കലും ഒരു ചെന്നായിയുടെ പല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇത് വേറെ എന്തിൻ്റെയോ പല്ലാണ്, കാരണം സാധാരണ ഒരു ചെന്നായിക്ക് ഇത്രയും വലിയ പല്ലുണ്ടാവത്തില്ല. അതും കൂടാതെ ജെസ്സി ആണെങ്കിൽ നേരത്തെ തന്നെ ഇവരുടെ ബാഗും കാര്യങ്ങളെല്ലാം അയാളുടെ ട്രക്കിലേക്ക് മാറ്റിയിരുന്നു.
അത് കഴിഞ്ഞ് ഇവരുടെ വണ്ടി തുറന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് ക്യാത്തി ലിസിയോട് അവളുടെ ഫോൺ ചോദിക്കുന്നത്. അപ്പോൾ ലിസി പറയും ബാഗ് ആ ട്രക്കിൽ കിടക്കാണ്. അപ്പോൾ ക്യാത്തി പെട്ടെന്ന് വണ്ടിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ജസ്സിനോട് പറയും അല്ല ഞങ്ങളുടെ ബാഗ് എടുത്തോട്ടെ. അതെ ഞങ്ങൾക്ക് ഫോൺ വേണമായിരുന്നു. ഓക്കെ വണ്ടിയിലുണ്ട് പോയി എടുത്തോന്ന് ഇങ്ങനെ പറയുന്നത്. സോറി ക്യാത്തിയല്ല പുറത്തേക്ക് ഇറങ്ങുന്നത് ലിസിയാണ്. ലിസി ഇപ്പോൾ നേരെ ആ ഒരു ട്രക്കിനടുത്തേക്ക് പേടിച്ച് നടന്നു വരികയാണ്. എന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ജസ്സിനോട് പറയും ഇത് ലോക്കാണെന്ന് പറയുമ്പോൾ ശരി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടിയുടെ അടിയിൽ തന്നെ കിടക്കുന്നു. ഇവിടെ ലിസിയാണെങ്കിലോ ആ ഒരു ചെന്നായി കിടന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും ഈ ഒരു രക്തം ഉണ്ടല്ലോ അത് കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചെന്നായെ എന്തോ ഒന്ന് കാടിനുള്ളിലേക്ക് വലിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ലിസി കുറച്ച് മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ ആ ഒരു മൃഗത്തെ അവൾ കാണും. അത് കണ്ടിട്ട് അവൾ ക്യാത്തിയെ വിളിക്കണം അമ്മ ഇവിടേക്ക് വന്നിരുന്ന് നോക്കാൻ പറയുന്നതും ക്യാത്തിയാണെങ്കിൽ ഈ ഒരു വിഷമം കാരണം കാറിലകത്തിരിക്കല്ലേ. അതുപോലെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ അത് കേൾക്കത്തുമില്ല. ഇതുകൂടി ആവുന്നത് ലിസിക്ക് നല്ല ദേഷ്യമായി. ആൾറെഡി തന്നെ അവളുടെ അമ്മ ഒരിക്കലും ഒരു നല്ല അമ്മയല്ല. അത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ ആലോചിച്ച് നോക്കിയിട്ട് അവൾ അവിടെ തന്നെ ആ ഒരു മൃഗത്തെ നോക്കിയിരിക്കുന്നതും ഇപ്പൊ കാണിക്കുമ്പോ ആഹാ അവളുടെ പിറകെ എന്തോ ഒരു മൃഗം വന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ ലിസി നേരെ കാറിനകത്തേക്ക് തിരിച്ചു വന്നിട്ട് ക്യാത്തിയോട് പറയും ആ മരിച്ച ചെന്നായെ ഞാൻ കണ്ടു അത് കാട്ടിൽ കിടക്കാണ് എന്ന് പറയുമ്പോ ഇവിടെ താഴെ ജസ് ഉണ്ടല്ലോ അവൻ കിടക്കുന്ന സമയത്ത് കാറിനടുത്തേക്ക് എന്തോ വരുന്നത് പോലെ പെട്ടെന്ന് അവൻ ആ ഒരു വശത്തേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നിനെ കാണുന്നില്ല. അപ്പോൾ ലിസി ആ ഒരു ചെന്നായെ പറ്റി പറയുമ്പോൾ ക്യാത്തി പറയും ഏയ് അതിനെയൊക്കെ വിട്ടേക്ക് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പോയല്ലേ അതിനെപ്പറ്റി ഇനി ആലോചിക്കണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും ഒരിക്കലും അങ്ങനെയല്ല അതിന് വേറെ എന്തോ അറ്റാക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലിസിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഒരു ക്യാത്തി പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ആ ഒരു അനിമല് അതിനെ കൊന്നല്ലേ പറഞ്ഞ് ഇനി എന്തായാലും അത് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ജെസ്സിയെ വിളിക്കാണ്. അപ്പോൾ ജെസ് ആണെങ്കിലോ വിളി കേൾക്കുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ താഴേക്ക് കാണിച്ചു വരുമ്പോൾ ജെസ്സിയെ അവിടെ കാണാനില്ല. അപ്പൊ ക്യാത്തി പറയും ശരി ഞാൻ വെളിയിൽ ഇറങ്ങി അവനെ വിളിക്കാന്ന് പറയുമ്പോൾ ലിസി പറയും ഇല്ലല്ല പോണ്ടെന്ന് പറയുന്നതും അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ജെസ്സിനെ നോക്കുമ്പോൾ അവൻ എവിടെയും കാണുന്നില്ല. ഇപ്പൊ ക്യാത്തി പേടിച്ചു നിൽക്കുന്നത് ലിസി കാറിനകത്തിരുന്ന് കാണുന്നുണ്ട്. അപ്പൊ ക്യാത്തി വിചാരിക്കും ഇനിയിപ്പോ ജെസ് കാടിനകത്ത് വല്ലതും കയറിപ്പോയോ എന്ന് വിചാരിച്ചവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ മാറുന്നുണ്ട്. കൂടാതെ വീണ്ടും നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങുന്നത് കാടിനകത്ത് എന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുപോലെ അതിനകത്തുനിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെയാണ് ഒരു കാര്യം. നമ്മുടെ ലിസി കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന് മുന്നിലേക്ക് ഒരു വലിയ കൈ വന്നു വീഴുന്നു. അത് ജെസ്സിന്റെ കൈയാണ്. ഇതുകൂടി കണ്ട് ക്യാത്തിനെ വിളിക്കുന്നതും ക്യാത്തി തിരിച്ച് കാറിനടുത്തേക്ക് വന്ന് ഈ ഒരു കാര്യം കണ്ട് പേടിച്ചിട്ട് രണ്ടുപേരും ഇപ്പൊ കാറിനകത്തേക്ക് കയറിയിരിക്കും. നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജെസ് ഉണ്ടല്ലോ അവൻ ആ ഒരു കാട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഇവരുടെ സഹായം തേടി. അവന്റെ ഒരു കൈ നഷ്ടപ്പെട്ട് അവൻ ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. അവൻ വരുന്നത് ഇവർ കാറിന്റെ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോ ജെസ് അവന്റെ കാറിനടുത്തേക്ക് വന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ലിസി ക്യാത്തിയെ നോക്കിയിട്ട് അമ്മ അങ്ങോട്ട് നോക്കുന്നു പറയുന്നതും ആ ഒരു മൃഗത്തെ ഇവർ ആ ഒരു വെളിച്ചത്തിൽ കാണുന്നുണ്ട്. അത്രയും മൂർച്ചയുള്ള പല്ലുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ. അപ്പോഴേക്കും ജെസ് പതിയെ ആ ഒരു ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കഴിയാതെ അവൻ പെട്ടെന്ന് താഴേക്ക് വീഴാണ്. അപ്പൊ എന്തായാലും അവന്റെ കാറിന്റെ ഡോർ തുറന്നിട്ടുണ്ട്. ഇവര് രണ്ടുപേരും അതിലേക്ക് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയും. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീച്ചറിനെ ആ ഒരു മൃഗത്തെ അവിടെ കാണുന്നില്ല. ജെസ് മനങ്ങാൻ കഴിയാതെ താഴെ കിടക്കുവാണല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ജെസ്സിനെ ആ ഒരു കാറിനടിയിലൂടെ ആ ഒരു മൃഗം വലിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്തവണ എന്തായാലും ജെസ്സിനെ അത് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യം കൂടി ഇവര് കൺമുന്നില് നമ്മുടെ ക്യാത്തിയും ലിസിയും കാണുമ്പോഴത്തേക്കും രണ്ടുപേരും നല്ലതുപോലെ പേടിച്ചുപോയി. എന്ത് കാര്യമാണ് ഇവർ കണ്ടതെന്ന് ഇവർക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ലിസി നല്ലതുപോലെ പേടിച്ച് കരയാൻ തുടങ്ങും. കാരണം ലിസി വിചാരിച്ചിരുന്നത് മോൺസ്റ്ററുകൾ ഒരിക്കലും ഭൂമിയിൽ ഇല്ലെന്നാണ്. ഇപ്പൊ ഇവരുടെ കൺമുന്നിൽ ഈ ഒരു കാര്യം കണ്ടപ്പോ അവൾ എന്തായാലും പേടിച്ചുപോയി. അപ്പൊ ക്യാത്ത് ലിസിയോട് പറയും ലിസി കരയരുത്, ദേ അവിടേക്ക് നോക്ക്, ആ ട്രക്കിന്റെ ഡോറ് തുറന്നു കിടക്കാണ്. അതിന്റെ കീ എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ലിസി പറയില്ലല്ല എനിക്ക് പേടിയാവുന്നുണ്ട്, അമ്മ ഒരിക്കലും വെളിയിലേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ ക്യാത്തി പറയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, അതും കൂടാതെ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ക്യാത്തി ഇപ്പോ ജെസ്സിന്റെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ലിസിയോട് പറയും മിണ്ടരുതെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതും ഇതുപോലെ അവളെ പൊക്കിയെടുത്ത് താഴേക്ക് എടുത്തങ്ങ് എറിയാണ്. എന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും എന്തോ ഭാഗ്യത്തിന് ഒരു ആംബുലൻസ് ഉണ്ടല്ലോ ഇവർ വിളിച്ച ആ ഒരു ആംബുലൻസ് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നതും ആ മോൺസ്റ്റർ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ഓടി വന്ന് ക്യാത്തിയെ രക്ഷിക്കും. എന്നിട്ട് ഇവര് രണ്ടുപേരും ക്യാത്തിയെ പൊക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ട് കിടത്തുമ്പോൾ ക്യാത്തി അവനോട് പറയുന്നുണ്ട് പ്ലീസ് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോ, കാരണം ഇവിടെ വലിയൊരു മോൺസ്റ്റർ ഉണ്ട്, അത് നമ്മളെ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്കും
അവന്റെ കൂടെ തന്നെ ഒരു ലേഡി ഉണ്ട്. അവരാണെങ്കിലോ ടോർച്ചും കൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു നോക്കുകയാണ്. അപ്പൊ കൂടെയുള്ള ആവർത്തം പറയും, വാ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ പോവാം, വാ വണ്ടിയിലേക്ക് കയറുന്നു പറയുമ്പോൾ ആ ഒരു ലേഡി പാരാമെഡിക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ്. പക്ഷെ അവരെ കൂടെയുള്ള ആവർത്തനുണ്ടല്ലോ ഡ്രൈവർ, അവൻ ഇപ്പോഴും അകത്ത് കയറിയിട്ടില്ല. അപ്പൊ ഈ ലേഡി പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വെളിയിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും അവന്റെ ശരീരം പൊക്കിയെടുത്ത് ഈ ഒരു വണ്ടിയുടെ മുകളിലേക്ക് ഒരു ഒറ്റയേറ്. ഇത് കണ്ട എല്ലാവരും പേടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാരാമെഡിക്കിനെ ആ മോൺസ്റ്റർ കൊന്നു. എന്നിട്ട് ക്യാത്തി ഇപ്പൊ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് കൈ നീരിട്ട് അടുത്തേക്ക് ഇങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ലേഡീനെ ഈ മോൺസ്റ്റർ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അവരെ കടിച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് ക്യാത്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ആ ഒരു ടോർച്ച് പിടിച്ച് അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും. എന്ത് പറ്റിയെന്ന രീതിയിൽ ആ ഒരു മോൺസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ക്യാത്തി പെട്ടെന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഈ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല സ്പീഡിന് അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോൾ രണ്ടുപേരും വിചാരിക്കുക എന്തായാലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് ആ ഒരു മോൺസ്റ്റർ കാട്ടിൽ നിന്ന് ഓടി വന്ന് ആംബുലൻസിലേക്ക് വന്നിരിക്കും. ഇത് കാരണം ആംബുലൻസിന്റെ നിയന്ത്രണം വിട്ട് അത് തല കീഴായിട്ട് ഒരുപാട് മറിഞ്ഞ് ഒരിടത്തേക്ക് വന്ന് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞ് രണ്ടുപേരും കണ്ണുറക്കാണ്. കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിസിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് വലിയ കുഴപ്പമില്ല, അവൾ കണ്ണുറന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ക്യാത്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയതുകൊണ്ട് അവൾക്ക് ബോധമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാത്തിയും കണ്ണുറക്കുന്നു. അങ്ങനെ കണ്ണുറന്ന് അവൾ നേരെ റേഡിയോ എടുത്ത് അതിൽ സഹായത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വർക്കാവുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ മോൺസ്റ്റർ വീണ്ടും ഇവരുടെ മുന്നിലേക്ക് വന്ന് അത് പതിയെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നു. അപ്പോൾ ക്യാത്തി എന്താ ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ആ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടല്ലോ അതെടുത്ത് അതിന്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ ഈ മോൺസ്റ്റർ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുന്നതും ക്യാത്തി പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങും. അതുപോലെ ക്യാത്തിക്ക് ഇപ്പോൾ പ്രധാനം ലിസിയെ രക്ഷിക്കണം. അതുപോലെ ഇവരിപ്പോ റോഡിൽ നിന്ന് കുറെ ദൂരെയായിട്ടാണ് വന്ന് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് പോയിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചേ മതിയാവും. കാരണം നമ്മൾ ഇവിടെയാണുള്ളതെന്ന് വേറെ ആർക്കും അറിയത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്യാത്തിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അവൾ നേരെ ലിസിയുടെ അടുത്തേക്ക് വന്ന് അവളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ഞാൻ ആ ഒരു മോൺസ്റ്ററിന്റെ ദിശ തിരിച്ച് കൊണ്ടുപോവാം. ഈ സമയത്ത് നീ ഇവിടെ നിന്ന് നേരെ റോഡിലേക്ക് ഓടണം. കാരണം എന്താണെന്നറിയോ, അതുപോലെ ആ ഒരു മോൺസ്റ്ററിനെ ലൈറ്റ് പേടിയാണ്, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ ലിസി പറയില്ല, അമ്മ വെറുതെ പറയാണ്, അതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോൾ ക്യാത്തി പറയും, ഇല്ല മോളെ, അമ്മ ഇനി അധിക നേരം ജീവിച്ചിരിക്കില്ല, അതിനു മുന്നേ എനിക്ക് നിന്നെ രക്ഷിക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ ആ ഒരു തീയും കത്തിച്ച് ലിസിയെ ആ ഒരു വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് അവളോട് അവസാനമായിട്ടും ഗുഡ് ബൈ പറഞ്ഞ് കാടിനകത്തേക്ക് നടന്നു പോവാണ്. നമ്മുടെ ലിസിയോട് ക്യാത്തിക്ക് എന്തായാലും നല്ല സ്നേഹമുണ്ട്, പക്ഷേ അവളുടെ ആ ഒരു മദ്യപാനമാണ് എല്ലാം തകർത്തത്. അങ്ങനെ ക്യാത്തി ആ ഒരു തീയും കത്തിച്ച് കാടിനുള്ളിലേക്ക് നടന്നു ചെന്നിട്ട് ഇപ്പൊ അലറി വിളിക്കാൻ തുടങ്ങും. എന്താന്ന് വെച്ചാൽ ആ ഒരു മോൺസ്റ്ററിനെ അവളുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കുറെ നേരം നിൽക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് തന്നെ ആ ഒരു മോൺസ്റ്റർ ഉണ്ട്. പക്ഷേ ഈ ഒരു വെളിച്ചമുള്ളത് കൊണ്ട് അത് അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് എന്തായാലും തന്നെ മകളെ രക്ഷിച്ചല്ലേ മതിയാവൂ. അങ്ങനെ ക്യാത്തി ഉറക്കെ ലിസിയോട് വിളിച്ചു പറയും, മോളെ ഓടിക്കോന്ന് പറഞ്ഞിട്ട് ആ ഒരു തീ സ്വയം അങ്ങ് അണയ്ക്കുന്നതും ഈ മോൺസ്റ്റർ ചാടി വന്ന് ക്യാത്തിയെ പിടിച്ചങ്ങ് താഴേക്ക് പോവും. എന്നിട്ട് ക്യാത്തിയെ കടിച്ചെടുത്ത് അവളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അവളെ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അവളെ കടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലിസി അവളുടെ കയ്യിൽ എന്തോ ഒരു ആയുധമുണ്ട്, അത് വെച്ച് ഈ ഒരു മോൺസ്റ്ററിനെ 2-3 തവണ കുത്തുന്നു. സോറി, അതൊരു ചുറ്റിയലായിരുന്നു. ആ ഒരു ചുറ്റിയലുകൊണ്ട് അടിക്കുന്നതും ഈ മോൺസ്റ്റർ അവളുടെ അടുത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു ടോർച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വെളിച്ചം കാരണം ആ ഒരു മോൺസ്റ്റർ അവിടെ നിന്ന് ഓടിപ്പോവും. എന്നിട്ട് അവൾ നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ക്യാത്തിയുടെ ദേഹം നല്ലതുപോലെ മുറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അധികം നേരം അവൾ എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ലിസിയുടെ മുന്നിൽ വെച്ച് തന്നെ ക്യാത്തി മരണപ്പെടുകയാണ്. ലിസി ആണെങ്കിൽ അവിടെ ഇരുന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ ക്യാത്തിയുടെ അവസാനമായിട്ടും യാത്ര പറഞ്ഞ് ലിസി അവിടെ നിന്ന് നടന്നു വരുന്നത് ആ ഒരു ആംബുലൻസിന്റെ അടുത്തേക്കാണ്. അതുപോലെ അവളുടെ കയ്യിലുള്ള ടോർച്ചിന്റെ പവർ ആണെങ്കിലോ കഴിയാറായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്, അതുപോലെ അത് അവൾ ഒറ്റയ്ക്കാണല്ലോ, അവളുടെ അമ്മയും കൂടെയില്ല. ആ പേടിയിൽ കുറേ നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈറ്റർ കിട്ടും. അങ്ങനെ ആ ലൈറ്റർ എടുത്തിട്ട് ഈ ആംബുലൻസിന്റെ അകത്ത് അവളുടെ പാവയുണ്ട്, അതെടുത്ത് വെച്ച് അതിനുള്ള ഒരു അറയിൽ കയറി അവൾ ഒളിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസിന്റെ അടുത്തേക്ക് ആ മോൺസ്റ്റർ വീണ്ടും നടന്നു വരികയാണ്. അതും കൂടാതെ നമ്മുടെ ലിസിയുടെ കയ്യിൽ ഈ തീ കത്തിക്കാനായിട്ടുള്ള ഗ്യാസ് ഫ്ലെയിം ഉണ്ട്, അത് ഈ ആംബുലൻസിനകത്ത് നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഈ മോൺസ്റ്റർ ആ ഒരു പാവയെ പിടിച്ചു വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ ലിസി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ മോൺസ്റ്ററിന് തന്നെ നോക്കി നിൽക്കാൻ അവൾക്ക് ഒട്ടും പേടിയില്ല. അപ്പോൾ ആ മോൺസ്റ്ററും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ലിസിയെ നോക്കി ഇങ്ങനെ നിന്ന് പെട്ടെന്നെടുത്ത് ചാടുന്നതും അവളുടെ കയ്യിലുള്ള ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ അതും ആ ഒരു ലൈറ്ററും അങ്ങനെ കത്തിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതും ഈ മോൺസ്റ്ററിന്റെ ദേഹം മുഴുവനായിട്ട് തീ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ അതിന്റെ ദേഹം നല്ലതുപോലെ കത്തിപ്പിടിച്ച് അതാണെങ്കിലോ വേദന കാരണം അലറി വിളിച്ച അവസാനം ആ മോൺസ്റ്റർ മരിച്ചു വീഴാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ലിസി അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് പെട്ടെന്നങ്ങ് അനങ്ങും. അവൾ പേടിച്ചു പോകും. പക്ഷെ എന്താന്ന് വെച്ചാൽ അതിന്റെ അവസാന ശ്വാസം എടുത്തായിരുന്നു ആ മോൺസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായിട്ട് ചത്തു. അങ്ങനെ ലിസി അതിനോടുള്ള ആ ഒരു ദേഷ്യം കാരണം ഒരു വടിയെടുത്ത് അതിനെ ഒരുപാട് തവണ അടിക്കുന്നുണ്ട്. ചത്തിട്ട് അതിനെ അടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ലിസി ഒരുപാട് ദൂരം നടക്കാൻ തുടങ്ങിയ ഒരു കാടിനുള്ളിലൂടെ കുറേ ദൂരം നടന്ന അവസാനം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം അവൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ നിന്നും അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ലിസിയുടെ മനസ്സിൽ
അവളുടെ അമ്മയോടുള്ള സ്നേഹം കൂടുതലാണ്. കാരണം അവളുടെ അമ്മ അവൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇത് ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.